ഇടുക്കി മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിൽ പ്രദേശവാസികൾ ആശങ്കയിൽ. ഓൾഡ് മൂന്നാർ കണ്ണൻ ദേവൻ ക്ലബിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പുതിയ കൂട് വെച്ച് പിടികൂടാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:45 പഴയ മൂന്നാർ കണ്ണൻ ദേവൻ ക്ലബിന് സമീപം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. പ്രദേശത്തെ ചെളി നിറഞ്ഞ സ്ഥലങ്ങളിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. വനംവകുപ്പിന്റെ RRT സംഘത്തിന്റെ പരിശോധനയിൽ പുലിയുടെ കാൽപാദങ്ങളാണെന്ന് ഉറപ്പിച്ചു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ എത്രയും വേഗം കൂട് സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 6:45 ഈ പുലി ഭാഗത്ത് വന്നത്. അപ്പം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് R&D സംഘങ്ങൾ വന്ന് അതൊക്കെ എല്ലാം കണ്ടുപോയതാണ്. പുലിയുടെ കാലത്ത് കണ്ടത്. അത് ഇതുവരെ നടപടിക്കായിട്ടില്ല. നാളെ സ്കൂൾ തുറക്കാൻ പോവുക. സ്കൂൾ തുറക്കുമ്പോൾ ഈ വെളിയിലെ മേഖലയിൽ സ്കൂൾ പിള്ളേരും തോട്ടത്തൊഴിലാളികളും പോകുന്ന മേഖലയാണ്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനെ പുലിയെ കൂട് വെച്ച് പിടിക്കാനുള്ള സംവിധാനം ചെയ്യണം. മൂന്നാർ ടൗൺ പരിസരങ്ങളിലും സമീപയിടങ്ങളിലും വന്യജീവികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും മുൻ MLA AK മണി പറഞ്ഞു. പല സ്ഥലങ്ങളിലും പുലികൾ ഇറങ്ങി വന്ന് അവിടെ കന്നുകാലി അടിച്ച് തിന്നുകയാണ് ഇപ്പം മൂന്നാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിവിടെ ജന്മം കൊണ്ട് 4 തലമുറകളാണ്. ഇതുവരെ അങ്ങനെ ഒരു പുലി ഉണ്ടായതായ എൻ്റെ അനുഭവത്തിലില്ല. പുലിയുടെ സമയം നോക്കാതെ തന്നെ ഇറങ്ങി വരികയും പൊതുജനങ്ങളെ ഉപദ്രവിച്ചിരിക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ ഇവിടെ തൊഴിൽ ചെയ്ത് ഭക്ഷണം കഴിച്ച് ജീവിക്കും എന്നുള്ള നിലയിലാണ് ഇവിടെ തൊഴിലാളികളും പൊതുജനങ്ങളും എത്തിച്ചിരിക്കുന്നത്. എത്രയും വേഗം ഇതിനാവശ്യമായുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടാവണം. ഒരാഴ്ച മുമ്പ് മൂന്നാർ മാട്ടുപ്പെട്ടി R&T എസ്റ്റേറ്റിൽ 3 കടുവകളുടെ സാന്നിധ്യം തൊഴിലാളി കണ്ടെത്തിയിരുന്നു. ഇത് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ദേവികുളം മിഡിൽ ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവർ രവിയുടെ വീട്ടുമുറ്റത്ത് കിടന്ന വളർത്തുനായെ കടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. പകൽ സമയത്ത് പോലും പുലിയുടെ സാന്നിധ്യം തോട്ടം മേഖലയിലെ തൊഴിലാളികളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുലിയെ കൂടുവച്ച് പിടികൂടാൻ തയ്യാറായില്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.